ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ടോപ്പിക്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. റാങ്കിങ് ടെസ്റ്റ് സ്ഥാനനിർണയം എന്ന് പറയുന്ന ടോപ്പിക്കാണല്ലോ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരുന്നത്. അതേ ടോപ്പിക്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ ടൈപ്പ് ഒന്ന് മാറ്റി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് ഇതിനകത്ത് തന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇന്ന് രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അതായത് ഒരു മെൻ്റൽ എബിലിറ്റിയും അതൊക്കെ റിലേറ്റ് ചെയ്യാം, ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് വന്നേക്കണേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പഠിച്ചില്ലായിരുന്നോ? അതായത് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുകയും ചെയ്തു. റൗണ്ട് സർക്കുലാർ ഒരു ഷേപ്പിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരുടെ സ്ഥാനം നമുക്ക് ഇങ്ങനെ അലോട്ട് ചെയ്ത് തന്നു. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താ പറയുക, ഇന്ന ആളുടെ അടുത്തിരിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിലിരിക്കുന്ന ആളാരാണ്. ഇന്ന ആളുകളുടെ ഇപ്പോൾ എ ആൻഡ് ബി ഇരിക്കുന്നു, എയുടെയും ബിയുടെയും ഇടയിൽ അതിൻ്റെ ബിറ്റ്വീനിലിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ എയുടെ റൈറ്റിലിരിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ബിയുടെ ലെഫ്റ്റിലിരിക്കുന്ന ആരാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്താണ്. സർക്കുലർ മോഡൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിൽ സർക്കുലർ ടേബിളിൻ്റെ ചുറ്റും ആളുകൾ ഇരുന്നിട്ട് അവർ ഓരോരുത്തരെയും പൊസിഷൻ തന്നിട്ട് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്: അലി ഈസ്, ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, അലി ഈസ് ടോളർ ദാൻ അക്ബർ. അലി ഈസ് ടോളർ ദാൻ അക്ബർ. ഹരി ഈസ് ടോളർ ദാൻ അക്ബർ ആൻഡ് അലി, but shorter than Shyam. Then the question is, who is shortest? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അതായത് നമുക്ക് ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു തരം ചോദ്യമാണ് ഇതും. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെൻ്റൽ എബിലിറ്റി എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്നത് പോലെ തന്നെ വട്ടത്തിൽ നിന്നുള്ളത് എന്താ പറയുക ഒരു ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എന്താ പറയുക ഒരു തന്നിരിക്കുകയാണ് കമ്പാരിസൺ. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പാരിസൺ നമുക്ക് തന്നിരിക്കുകയാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മളോട് ഇതിൽ നിന്ന് നമ്മൾ ആരാണ് ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ടോളസ്റ്റ്, എങ്ങനെയും ആകാം, ഏറ്റവും പൊക്കമുള്ള ആളാരാണ് അല്ലെങ്കിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാരാണ്, അങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഫിഗറൈസ് ചെയ്ത് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അലി ഈസ് ടോളർ ദാൻ അക്ബർ. അപ്പം നമുക്ക് അലിയെ വരയ്ക്കാം. അലി എന്ന് പറയുന്ന ആള് ഈസ് ടോളർ ദാൻ അക്ബർ, അക്ബറിനേക്കാൾ. അപ്പം ഇവിടെ നമുക്ക് അലിയെ കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഷോർട്ടർ ആയിട്ടാണ് നമുക്ക് ആരെ എഴുതുക, അക്ബറിനെ എഴുതാണ്ട്. കാരണം വരയ്ക്കേണ്ടത്, കാരണം അലി ഈസ് ടോളർ ദാൻ അക്ബർ, അക്ബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലിക്ക് കുറച്ച് ഉയരം കൂടുതലാണ്. ഹരി ഈസ് ടോളർ ദാൻ അക്ബർ ആൻഡ് അലി. എന്നാൽ അലിയേക്കാളും അക്ബറിനേക്കാളും കുറച്ചുകൂടി ടോളർ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അവിടെ. ദാറ്റ് ഈസ് ആരാണ്? ഹരിയാണ്. അപ്പോൾ ഹരി എല്ലാവരും ഒരേ പൊസിഷനിൽ ഗ്രൗണ്ടിലാണ് നിൽക്കണേന്ന് നമ്മൾ അസ്യൂം ചെയ്യണം കേട്ടോ, അല്ലാണ്ട് പൊക്കത്തും കയറിയൊന്നും നിൽക്കരുത്. അപ്പോൾ അലി എന്ന് പറയുന്ന ആള് ടോളർ ദാൻ അക്ബർ എന്ന് പറഞ്ഞു, അത് ആദ്യത്തെ സെന്റൻസിൽ. അപ്പം നമ്മൾ വരച്ചപ്പോൾ അക്ബർ ചെറുതും അലിയെ കുറച്ച് ടോളറുമാക്കി വരച്ചു. എന്നാൽ ഹരി ഈസ് ടോളർ ദാൻ അക്ബർ ആൻഡ് അലി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം ഹരി എന്ന് പറയുന്നത് അക്ബറിനെയും അലീനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹീസ് മച്ച് ടോളർ, കുറച്ചുകൂടി പൊക്കം കൂടുതലാണ്. അപ്പം നമ്മൾ കുറച്ച് നീട്ടി വരച്ചു. പക്ഷേ ബട്ട് അതിൻ്റെ കൂടെ തന്നെ ബട്ട് ഷോർട്ടർ ദാൻ ശ്യാം, മറ്റൊരാൾ കൂടി അവിടെ വന്നു, മൂന്നാളല്ല, ശ്യാം എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഹീസ് ഷോർട്ടർ ദാൻ ശ്യാം. ഇവരെക്കാൾ രണ്ടുപേരെക്കാൾ പൊക്കമുണ്ടെങ്കിലും ആരേക്കാൾ? ശ്യാമിനേക്കാൾ ഷോർട്ടറാണ്. അപ്പം നമുക്ക് നാലാമതൊരാൾ കൂടി അവിടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ശ്യാം. അപ്പം നമ്മൾ ശ്യാമിനെ കൂടി അവിടെ വരച്ചു. അപ്പം ശ്യാമിനേക്കാൾ പൊക്കം കുറവാണ്. മറ്റവരെ രണ്ടുപേരെയും നോക്കുമ്പോൾ അയാൾക്ക് ഹരിക്ക് പൊക്കം കൂടുതലാണ്. ആൻഡ് ദ ചോദ്യം ഈസ്, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഹൂ ഈസ് ഷോർട്ടസ്റ്റ്, ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ. ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തു വരച്ചു. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊരു ഫിഗറൈസ് ചെയ്ത് വരച്ചു. നമുക്ക് കാണാൻ പറ്റി ഏറ്റവും പൊക്കം കുറഞ്ഞ ആരാണ്?
ഈസ് അക്ബർ. അക്ബർ ആണ് നമുക്ക് ഏറ്റവും പൊക്കം കുറഞ്ഞ ആളെന്ന് നമുക്ക് കിട്ടുന്നു. കണ്ടോ? അപ്പൊ ഇങ്ങനെയും ഇതുപോലെയുള്ള ലോജിക്കലായിട്ട് വരുന്ന ചില മെന്റൽ എബിലിറ്റി തന്നെയാണ്, അതിന്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, ഒന്ന് ഫിഗറൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് അത് കമ്പയർ ചെയ്ത് തന്നെ വരയ്ക്കാൻ നോക്കുക. തന്നിരിക്കുന്ന സെന്റൻസുകൾ വായിച്ചു നോക്കി. ഇത് മലയാളത്തിൽ വരികയാണെങ്കിൽ അലി എന്ന് പറയുന്നത് അക്ബറിനേക്കാൾ പൊക്കമുള്ള ആളാണ്. ഹരി അക്ബറിനെയും അലിയേക്കാളും പൊക്കമുണ്ട്, പക്ഷേ ശ്യാമിനേക്കാൾ പൊക്കക്കുറവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു. ശ്യാമിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിയേക്കാൾ ഉയർന്ന പൊക്കത്തിൽ വരച്ചു. അപ്പൊ ഹു ഈസ് ദ ഷോർട്ടസ്റ്റ്, ആരാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ ആള് എന്ന് നമുക്ക് കിട്ടി. ഹു ഈസ് ദാറ്റ്? അക്ബർ ആണ്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഫെമിലിയർ ആയിട്ട് നമ്മളുടെ ഇത്തരം പരീക്ഷകളിൽ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് ചെയ്യണേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പൊ എ, ഇ, എഫ്, ജെ, കെ, ബി, പി, ക്യു, എസ്, യു, സി, എച്ച്, ഇ, എഫ്, ആർ ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അത് ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ്, ഒരു ലെറ്റർ പാറ്റേൺ, ആൽഫബറ്റ്സിന്റെ ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിസ്സിംഗ് ലെറ്റർ ഇൻ ദാറ്റ് ഡാഷ്? ആ ഡാഷിൽ വന്നിരിക്കുന്ന മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ ഏതാണ്? ഡാഷിൽ വരേണ്ട ലെറ്റർ, അക്ഷരം ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോക്കിയേ, ഈ പാറ്റേണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആ പറയുന്ന അക്ഷരങ്ങൾക്കുണ്ടോ, എല്ലാ അക്ഷരങ്ങൾക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്ഷരത്തിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഏതെങ്കിലും അക്ഷരവുമായിട്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ലെറ്റേഴ്സിലേക്ക് നോക്കാം. എ, പിന്നെ കുറച്ച് ഇ, എഫ്, ജെ, കെ. ഒരു ഇറഗുലർ ആയിട്ട് എന്തെങ്കിലും റെഗുലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് അടുത്ത ബി തന്നിരിക്കുന്നു, പി, ക്യു, എസ്, യു അല്ലെ. അപ്പൊ അടുത്തത് തന്നിരിക്കുന്നത് സി കഴിഞ്ഞിട്ട് എച്ച്, ഇ, ആർ, എഫ്, ആർ എന്ന് തന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു എന്താ പറയാ റിലേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോക്കാം നിങ്ങൾ, എ, ബി, സി വിച്ച് കംസ് ആഫ്റ്റർ ഈച്ച് 4 ലെറ്റേഴ്സ് അല്ലെ. ആ 4 അക്ഷരങ്ങൾക്ക് ശേഷം നമ്മളുടെ എ, ബി, സി, ഡി എന്ന് പറയുന്ന ആൽഫബറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പെക്റ്റീവ് ആയിട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുക. 4 അക്ഷരങ്ങൾ അവിടെ കിടക്കട്ടെ, ആ 4 അക്ഷരങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും നോക്കാം. ലെറ്റേഴ്സിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. നോക്കിയേ, എ, അടുത്തത് ബി വന്നിട്ടുണ്ട്, 4 എണ്ണം കഴിഞ്ഞ്. എ തുടക്കത്തില്, അത് കഴിഞ്ഞ് 4 അക്ഷരം ഇറഗുലർ ആയിട്ട് ഏതൊക്കെയോ അക്ഷരങ്ങൾ എഴുതിയിരിക്കുകയാണ്. പിന്നെ ബി വന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് അക്ഷരങ്ങൾ വന്നിരിക്കുന്നു, 4 എണ്ണം തന്നെയാണ് അതിന്റെ ബിറ്റ്വീനിലുള്ളത്. സി വന്നിരിക്കുന്നു, 4 എണ്ണം കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് ലെറ്റർ ഷുഡ് ബി ഡി. അപ്പൊ അടുത്ത ലെറ്റർ ഏതായിരിക്കണം? ഓട്ടോമാറ്റിക്കലി ഡി ആണ്. അപ്പൊ ഇറഗുലർ ആയിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാതെ തന്നെ നമുക്ക് ഈ പാറ്റേണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും കാണാനായിട്ട്. എന്ത്? അവിടെ അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് തന്നെയാണ് നമുക്ക് ഓരോ 4 അക്ഷരങ്ങൾക്ക് ശേഷവും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് റെസ്പെക്റ്റീവ് ആയിട്ട് തുടർച്ചയായിട്ട് ആ അക്ഷരങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ വിട്ടുപോയ മിസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് വീണ്ടും ഇത് ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്തതുപോലെ തന്നെ നമ്പേഴ്സ് ഉപയോഗിച്ചും വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഇങ്ങനെ 9, 8, 7, 6, 5, 4, 3, 2, 1. Again 8, 7, 6, 5, 4, 3, 2, 1. 7, 6, 5, 4, 3, 2, 1. So what is the next number which comes after 1? ഈ ഒരു പാറ്റേൺ, ഈ ഒരു സംഖ്യാശ്രേണി നിങ്ങൾക്ക് നോക്കാം. ഒരു നമ്പർ സീരീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, സംഖ്യാശ്രേണി. അതിന്റെ പ്രത്യേകത നോക്കുക. 9, 8, 7, 5, 4 അങ്ങനെ വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് 9 തുടങ്ങി ഡിസെൻഡിങ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. അടുത്തത് വീണ്ടും 1 വരെ കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 8 തുടങ്ങി ഡിസെൻഡിങ് ഓർഡറിൽ 1 വരെ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് 8 കഴിഞ്ഞു, അടുത്തത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 7 തുടങ്ങി ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നു. സോ ആഫ്റ്റർ 1 അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ? സോ നമുക്കറിയാം 6 ആണ്. കാരണം എന്താ നോക്കിയാൽ നിങ്ങൾ 9 എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് പിന്നെ അടുത്ത ആ നമ്പർ ലാസ്റ്റ് ചെയ്യുന്നത് 1ലേക്ക് വന്ന് ഡിസെൻഡിങ് ഓർഡർ അവസാനം ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് തൊട്ടടുത്ത 9 തുടങ്ങി അടുത്ത സംഖ്യ ആയിട്ടുള്ള ഈ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ അടുത്ത സംഖ്യ തുടങ്ങിയിരിക്കുന്നത് 9 കഴിഞ്ഞ 18 ആണ്. വീണ്ടും 8 കഴിഞ്ഞ അടുത്ത ഡിസെൻഡിങ് ഓർഡറിൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് 17 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് തുടങ്ങേണ്ടത് 16 ആണ്. 6, 5, 4, 3, 2, 1.
1, വീണ്ടും 5 4 3 2 1, അടുത്തത് 5 കഴിഞ്ഞ് 4 3 2 1, അങ്ങനെ അങ്ങനെ ആ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആ സീരീസ് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതും മറ്റൊരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മളുടെ ഈ സ്ഥാനനിർണ്ണയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പൊസിഷനിൽ പ്രത്യേകിച്ച് വരാൻ സാധ്യതയുള്ള സംഖ്യ, അല്ലെങ്കിൽ അടുത്ത പൊസിഷനിൽ വരാൻ സാധ്യതയുള്ള ലെറ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷൻസ് ഒക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ട് അതിന്റെ ബിറ്റ്വീനിലോ ഇടയിലോ അല്ലെങ്കിൽ എന്താ പറയാ ലെഫ്റ്റിൽ വരുന്നതോ റൈറ്റിൽ വരുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ഈ ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് അടുത്തത് നമ്മൾ പഠിക്കപ്പെടാൻ പോണേ. അത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അല്ലേ. ടു ദ ലെഫ്റ്റ്, സോറി, ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, Ammu's position is 8th, and from right, Chinnu's position is 16th. They interchanged their positions. ചെറിയൊരു മാറ്റമാണ് കേട്ടോ, നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം ചെയ്യാത്തൊരു ചോദ്യമാണ്. They interchanged their positions, and now Ammu is on the 22nd position. Now Ammu is on the 2nd position. Then what is the total number of people? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു ചോദ്യമാണ്. ആലോചിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, അതായത് ഇടതുവശത്തു നിന്ന് നോക്കുമ്പോൾ അമ്മു എന്ന് പറയുന്ന കുട്ടിയുടെ സ്ഥാനം 8th പൊസിഷനിലാണ്, 8ാമത്തെ സ്ഥാനത്തിലാണ്. ആൻഡ് ഫ്രം ദ റൈറ്റ് പൊസിഷൻ, അതായത് വലത്ത് നിന്ന് വരുമ്പോൾ ചിന്നു എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയുടെ പൊസിഷൻ 16th പൊസിഷനിലാണ്, 16ാമത്തെ പൊസിഷനിലാണ്. ഇനി ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻസ്. കണ്ടോ ആ ക്വസ്റ്റ്യനിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒരു ഇതുണ്ടാക്കി, ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും അവരുടെ സ്ഥാനങ്ങൾ മാറി എന്നാണ് പറഞ്ഞത്. ഇന്റർചേഞ്ച് ചെയ്യുന്ന അതിന്റെ മീനിങ് എന്താണ്? അവരുടെ സ്ഥാനം മാറി. അതായത് നേരത്തെ അമ്മു വരുന്ന സ്ഥലത്തേക്ക് ചിന്നുവും, ചിന്നു വരുന്ന സ്ഥലത്തേക്ക് അമ്മുവും മാറുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ നൗ അമ്മു കംസ് ഓൺ ദ 22nd പൊസിഷൻ. അതിപ്പോ അമ്മുവിന്റെ സ്ഥാനം മാറിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്നല്ലേ അമ്മു വന്നത്, അപ്പൊ അമ്മു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നത്. അമ്മുവിന്റെ സ്ഥാനം എവിടേക്ക് പോയി? ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ്. കാരണം നേരത്തെ അമ്മു എവിടെയെന്നായിരുന്നു? ലെഫ്റ്റിൽ നിന്ന്, അതായത് നമ്മൾ സാധാരണ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് 8th പൊസിഷനിലായിരുന്നു. ഇപ്പോൾ അവളുടെ പൊസിഷൻ എവിടേക്ക് പോയി? 22nd പൊസിഷനിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്? ആ ഒരു റോയിലോ ഗ്രൂപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, റാങ്ക് ലിസ്റ്റോ എന്താവാം, അതിൽ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര ആളുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് നോക്കിയേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അമ്മുവിൻ്റെ സ്ഥാനം 8th പൊസിഷനിലാണ് അമ്മു നിൽക്കണേ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അമ്മുവിൻ്റെ സ്ഥാനം ഇതാണ് ലെഫ്റ്റ് പൊസിഷൻ, അമ്മുവിൻ്റെ സ്ഥാനം 8th പൊസിഷനാണ്. ഫ്രം ദ റൈറ്റ് സൈഡ്, ഇതല്ലേ റൈറ്റ് സൈഡ്, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് എത്രാമത്തെ പൊസിഷനിലാണ്? 16th പൊസിഷനിലാണ്. ആദ്യത്തെ കാര്യം ഉണ്ടോ പറയണേ? 16th പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? ചിന്നു നിൽക്കുന്നതോ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടുന്നും പൊസിഷൻ തന്നു കഴിഞ്ഞാൽ ഇനി അതിനകത്ത് ടോട്ടൽ നമ്മൾ സാധാരണ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഏതാ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? അതായത് ഏതെങ്കിലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും 2 സ്ഥാനങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ വി ഷുഡ് ആഡ് ദ പൊസിഷൻസ്. ആ 2 പൊസിഷൻസും തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു 1 കുറച്ചാൽ മതി അല്ലേ? ടോട്ടൽ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 1 മൈനസ് m + n - 1. അതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നവർ അങ്ങനെ ഓർക്കുക. m എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ആണെങ്കിൽ, n-ൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോയോ ക്യൂവോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റോ കാണണമെങ്കിൽ m + n - 1 ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴല്ല നമ്മളോട് ഇതിനകത്ത് ആളുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞു ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തു. ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ചിന്നു ഇങ്ങോട്ടേക്ക് പോകുന്നു,
അതായത് അമ്മു ഇരിക്കുന്ന സ്ഥലത്തേക്കും അമ്മു ഇങ്ങോട്ടേക്കും മാറി എന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പൊ അമ്മു ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് ആള് എവിടെ വന്നു? 22nd പൊസിഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു ദ 16th പൊസിഷൻ ഫ്രം ദ റൈറ്റ് സൈഡ്. ഇടതുവശത്ത് നിന്ന് 16ാമത്തെ പൊസിഷൻ എന്ന്, വലതുവശത്ത് നിന്ന് 16ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇടതുവശത്ത് നിന്നുള്ള 22ാമത്തെ പൊസിഷനിലേക്ക് എത്തി. കണ്ടല്ലോ, ഇവിടെ നിന്നല്ലേ അമ്മു വന്നത്? ചേഞ്ച് ചെയ്തു ഇവര്. അതായത് ചിന്നു നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് മാറി, അമ്മു ഇരുന്ന സ്ഥലത്തേക്ക് 8th പൊസിഷനിലേക്കും അമ്മു എങ്ങോട്ടേക്കും മാറി? 22nd പൊസിഷനിലേക്ക് മാറി. അത് നേരത്തെ ചിന്നു ഇരുന്ന 16ാമത്തെ പൊസിഷൻ. എവിടെന്നാ? ഇവിടെ നല്ലല്ലോ 16ാമത്തെ പൊസിഷൻ വന്നത്, റൈറ്റ് സൈഡിൽ നിന്ന്. വരച്ചിരിക്കുന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ആകെ ആളുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏതാണ് ഇത്? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകള് നമുക്കറിയാം. 16ാമത്തെ പൊസിഷൻ എവിടെ നിന്നായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 16ാമത്തെ പൊസിഷൻ. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അമ്മുവിന്റെ 16ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അമ്മുവിൻ്റെത്. ഇപ്പൊ അത് എത്രയായി മാറി? 22nd പൊസിഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ എത്രയാ? 22. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ 22 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷനോ 16ാമതാണ്. പിന്നെന്താ കുഴപ്പം? നമ്മൾ രണ്ട് രീതിയിലും നമുക്ക് പറഞ്ഞത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. എത്ര മൈനസ് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. സോ നോക്കിയേ, റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ 16ാമതല്ലേ, ഇവിടെ നിന്നുള്ള പൊസിഷൻ 22nd അല്ലേ? വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിഗറൈസ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എന്തായിരിക്കും ഇതിനകത്ത് വരിക എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ആളെ ഇന്റർചേഞ്ച് ചെയ്തത് അമ്മൂനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. എവിടെ? 22nd പൊസിഷൻ ഇടത്ത് നിന്ന് തന്നെയാണ്. വലത്ത് നിന്ന് ഓൾറെഡി നമുക്ക് ആ പൊസിഷൻ എത്രയാണെന്ന് അറിയാം, 16 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? 16 + 22 - 1. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16ഉം 18ഉം 22ഉം കൂട്ടി കഴിഞ്ഞാൽ 38. 38 - 1 37 പീപ്പിൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസോ കുട്ടികളോ ആരെങ്കിലും ആവട്ടെ, അത്രയും ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്നു. കണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിലോ നമുക്കറിയാം ഇതിനകത്ത് എത്ര കുട്ടികളുണ്ട് നോക്കിയേ. ഈ 22ാമത്തെ പൊസിഷനിൽ അമ്മു വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അയാളുടെ മുമ്പിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും? 21 ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? 21 ആൾക്കാരുണ്ടായിരിക്കും. അതേസമയം റൈറ്റ് സൈഡിൽ നിന്ന് അമ്മു വന്നിരിക്കുന്നത് എത്രാമത്തെ സ്ഥാനത്തേക്കാണ്? നോക്കിയേ, റൈറ്റ് സൈഡിൽ നിന്ന് അമ്മു വന്നിരിക്കുന്നത് 16ാമത്തെ സ്ഥാനത്താണ് അല്ലെ? നമുക്ക് അത് രണ്ടും കൂടി കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? 37. ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും നോക്കുക, ഇവിടെ ഇതിന് മുമ്പില് അയാള് എത്രയാണ്? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 16ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. അപ്പൊ അതും അതുപോലെ തന്നെ മുമ്പിൽ, അയാളുടെ മുമ്പിൽ 22ാമത്തെ പൊസിഷൻ ആകുമ്പോൾ അതിനേക്കാളും മുമ്പിൽ എത്ര പേരുണ്ട്? 21 പേരുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ഇതിന്റെ തുടക്കം ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച രീതി ഇങ്ങനെയായിരുന്നു, m + n - 1. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നോക്കുക, ഇത് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാം. ചേഞ്ച് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ നോക്കിയാൽ മതി. ആ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരുടെ സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കണം. ആ ആളെ ഏത് സ്ഥാനത്തേക്കാണ് മാറിയിരിക്കണേ? അത് ലെഫ്റ്റിൽ നിന്നുള്ളതും ഉണ്ടാവും, അതിനകത്ത് റൈറ്റിൽ നിന്നുള്ളതുണ്ടാവും. ഇപ്പൊ നമ്മളോട് ചിന്നുവിന്റെ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ റൈറ്റിൽ നിന്ന് ചിന്നുവിന്റെ സ്ഥാനം നോക്കുക. ലെഫ്റ്റിൽ നിന്നുള്ള സ്ഥാനത്ത് എവിടെ? ഓൾറെഡി ഉണ്ട്, 8 ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ ഇയാളെ മാറ്റിയിട്ട് നമ്മളോട് ചിന്നുവിന്റെ സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ചിന്നുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ അമ്മു ഇരുന്ന ഇടത്ത് നിന്ന് 8ാമത്തെ പൊസിഷനിലായിരുന്നു. അപ്പൊ ആ 8ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥാനം നമുക്ക് തരികയാണ്. 22nd എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്ത പോലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യം കൂടിയാണ്. ഓർത്തോ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ലെഫ്റ്റിൽ നിന്നാണ് നമ്മുടെ അമ്മു ഇരിക്കുന്നത്. അമ്മു ഇരിക്കുന്ന പൊസിഷൻ 8ാമതാണ്. റൈറ്റിൽ നിന്ന് ഇരിക്കുന്നത് നമ്മളുടെ ചിന്നു ആണ്. ചിന്നു ഇരിക്കുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്? 16ാമത്തെ പൊസിഷനിലാണ്. വീണ്ടും അവർ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ചിന്നു ഇങ്ങോട്ടും വന്നു, അമ്മു ഇവിടെയും എത്തി. പക്ഷെ അമ്മുവിന്റെ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനം നേരത്തേതിൽ നിന്ന് മാറി. ബിക്കോസ് ലെഫ്റ്റിൽ നിന്നാണ് ചിന്നു വന്നേക്കണത്. ചിന്നു ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഓൾറെഡി നേരത്തെ എവിടെയായിരുന്നു? 16ാമത്തെ സ്ഥാനമാണ്. പക്ഷെ അതിനേക്കാളും മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ സ്ഥാനം കൂടിയും കൂട്ടി ആള് ഇപ്പൊ അമ്മു ഇപ്പൊ എത്തിയത് 22ാമത്തെ സ്ഥാനമാണ്. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ റൈറ്റിൽ നിന്നുള്ള സ്ഥാനം, ലെഫ്റ്റിൽ നിന്നുള്ള സ്ഥാനം, ദാറ്റ് ഈസ് m + n - 1 ചെയ്തു. റൈറ്റിൽ നിന്നുള്ള സ്ഥാനമുണ്ട്, ലെഫ്റ്റിൽ നിന്നുള്ളതുകൊണ്ട്
22 പ്ലസ് 16 മൈനസ് 1 38 മൈനസ് 1 37. ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ആരുടെ സ്ഥാനമാണോ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥാനത്തിലേക്ക് നോക്കുക. ലെഫ്റ്റിൽ നിന്നുള്ളതും റൈറ്റിൽ നിന്നുള്ളതും ആഡ് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്കിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന റാങ്കിങ് ടെസ്റ്റ്, സ്ഥാനനിർണ്ണയം വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ ടോപ്പിക്കാണ്. ഇതിനകത്ത് ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. എങ്കിലും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ബേസ് ചെയ്ത് വരുന്നത്. എന്താണ് ഇവിടെ ഇടത്തുനിന്നും വലത്തുനിന്നും വരുന്ന ആളുകളുടെ എണ്ണം തന്നിരിക്കുന്നു, പൊസിഷൻസ് തന്നിരിക്കുന്നു, ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ. ഇനി ടോട്ടലും തന്നിട്ടുണ്ട്, ഇടത്തുനിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലത്തുനിന്നുള്ള പൊസിഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അടുത്തത് എന്താണ്, ടോട്ടൽ തന്നിരുന്നു, വലത്തുനിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, പക്ഷേ ഇടത്തുനിന്നുള്ള പൊസിഷൻ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ ഏതെങ്കിലും ലോജിക്കലായിട്ട് വരുന്ന ഇതുപോലെ റൗണ്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഓരോരുത്തരുടെ പൊസിഷൻസ് കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ടോളർ ഷോർട്ടർ കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ബിറ്റ്വീനിൽ വിട്ടുപോയ ഏതെങ്കിലും സീരീസിലെ നമ്പറോ ലെറ്ററോ കണ്ടുപിടിക്കാനോ, അതുപോലെ തന്നെ ഈ പൊസിഷൻ മാറുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം പഠിച്ചതും ഇന്നും പഠിച്ചതൊക്കെ കൂടി ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചെയ്തു നോക്കുക, പഠിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ തന്നിരിക്കുന്ന നോട്ടുകളും അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്പൊക്കെ വളരെ കൃത്യമായിട്ടൊക്കെ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കി ചെയ്തൊക്കെ പഠിക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.